സത്യനായക മുക്തിദായക ഉൾത്തൊഴുത്തിൽ ഉളക്കമായ സ്നേഹഗായക ശ്രീ യേശുനായക സത്യനായക മുക്തിദായക ഉൾത്തൊഴുത്തിൽ ഉളകമായ സ്നേഹദായക ശ്രീ യേശുനായക കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകധാരമേ കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ നിങ്ങളീ കൺ ഉണർന്നിടാത്ത കണ്ണു കണ്ണാ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ സത്യനായക മുക്തിദായക ഉൾത്തൊഴുത്തിൽ ഉളകമായ സ്നേഹദായക ശ്രീ യേശുനായക അന്വേഷിച്ച കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ സാഗരത്തിൻ തിരയെ വന്ന കർമ്മകാണ്ഡമേ അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ സാഗരത്തിൻ തിരയെ വന്ന കർമ്മകാണ്ഡമേ നിന്ദനക്ക് തലിഞ്ഞിടാത്ത മനം മനമാണ് നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹദായക ശ്രീ യേശുനായക ശ്രീ യേശുനായക ശ്രീ യേശുനായക. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും
ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ആദ്യമായി അർപ്പണം ചെയ്യുകയാണ്. രാവിലെ അഭിവന്ധ്യ നിവൃത്തിന്മാരാൽ പ്രാർത്ഥിച്ചാരംഭിച്ച ഈ സുവിശേഷ സന്ദേശ റാലി ഈ പ്രദേശത്ത് വന്നു നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്ത് ലൗകികനാഥനും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപാകെ പ്രസ്താവിക്കുവാൻ ലഭ്യമായ ഈ ധന്യ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം വിളിച്ചു പറയപ്പെടുന്ന അല്ലെങ്കിൽ പ്രഘോഷിക്കപ്പെടുന്ന ഒരേ ഒരു സന്ദേശത്തിന്റെ വക്താക്കളായി നിൽക്കുവാൻ ഞങ്ങളുടെയും ജീവിതത്തിൽ മഹാഭാഗ്യം തന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി കരറ്റുകയാണ്. ഈ ലോകത്തിൽ സകല ഭൂപ്രദേശങ്ങളിലും എവിടെയെല്ലാം മനുഷ്യകളും അതിജീവിക്കുന്നു അവിടെയെല്ലാം ഈ സന്ദേശം എത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ പ്രദേശത്ത് ഈ സുവിശേഷം നിരവധി പ്രാവശ്യം പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമെന്ന നിലകളിൽ ഈ പകലിൽ നിങ്ങളോട് ലൗകികനാഥനും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ലോകമെന്ന് അഭിമുഖീകരിക്കുന്നതായ എല്ലാ പ്രശ്നങ്ങൾക്കും അറുതി വരുത്തുവാൻ കഴിയാതെ ഇവിടുത്തെ നേതാക്കന്മാരും ഭരണകർത്താക്കളും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വ്യാകുലപ്പെടുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അവർ വ്യാകുലപ്പെടുമ്പോൾ ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് ഏതു വലിയ പ്രശ്നങ്ങളെയും മാറ്റിത്തരുവാൻ കഴിവുള്ളവനായ ഈ ലൗകികനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞങ്ങൾക്ക് അസന്നിഗ്ധമായി പറയുവാൻ കഴിയും. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രസംഗിക്കപ്പെടുന്ന ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ആരാധിക്കുന്ന ഈ വ്യക്തിത്വം എന്ന് പറയുന്ന മൂല്യമാണ്. ഈ വ്യക്തിത്വം എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രസംഗ വിഷയമായ യേശു ക്രിസ്തുവിന് മാത്രമേ ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഈ മാനവകുലത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകം സമാധാനത്തിലൂടെയല്ല കടന്നു പോകുന്നത്. ഇവിടെ ഉന്നതന്മാരായ ഭദ്രന്മാരുണ്ട്, ഭരണകർത്താക്കളുണ്ട്, ഉന്നതന്മാരായ വ്യക്തിത്വങ്ങളിവിടെ ഉണ്ട്. എങ്കിലും ലോകത്ത് ഉടലെടുക്കുന്നതായ അസമാധാനത്തെ കെടുത്തുവാൻ ഒരു ഭരണകർത്താവിനോ ഒരു നയതന്ത്രത്തിനോ കഴിയുകയില്ല എന്നുള്ള വസ്തുതയും നമുക്ക് ഇത്തരത്തിൽ പറയുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ ഉടലെടുത്തതായ ഈ അസമാധാനത്തെ മാറ്റി കളയുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് ഈ പകൽക്കാലം ഞങ്ങൾ ഒരിക്കൽ കൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മുഖവരെയായി പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിനേക്കാൾ അധികമായി ലോകനാഥനായ രക്ഷകനായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപാകെ ഒന്ന് ഉയർത്തി കാട്ടിയിട്ട് ഞങ്ങളുടെ വാക്കുകൾക്കിവിടെ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തെ സമാധാനമില്ല. അങ്ങനെയെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഈ ജീവിതത്തിലും സമാധാനത്തിന് വേണ്ടി ഒത്തോട്ട് പോയ സാഹചര്യം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്നാലെ, മറ്റ് സാമുദായിക സംഘടനകൾക്ക് പിന്നാലെ, മറ്റ് രസം തരുന്നതായ സിനിമ അതുപോലുള്ളതായ മറ്റ് കലാരൂപങ്ങളുടെ പിറകെ പോയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ലഭ്യമാകാത്തതായ ദൈവികമായ സമാധാനം കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രാപിച്ചതുകൊണ്ടാണ് ഈ പകൽക്കാലം ഞങ്ങൾക്ക് പറയുവാൻ കഴിയുന്നത്. സമാധാനം നഷ്ടപ്പെട്ടവരായി ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, ഒരുപക്ഷെ യുവാക്കളായിരിക്കാം, യുവതികളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം, ആരാണെങ്കിലും നിങ്ങളുടെ സമാധാനം തിരികെ പ്രാപിക്കുവാനുള്ള ഒരേ ഒരു മാർഗം ഞാൻ പറയുന്നത് അത് മറ്റാരും ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാകും. നമുക്കറിയാവുന്ന സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കൾ കൊണ്ട് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യന് അപ്രാപ്യമായ സമാധാനം അതിലൂടെ ഒന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ ദിവസത്തെയും വർത്തമാന പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നത് ഈ വസ്തുതകൾ ഉപയോഗിക്കുന്ന
സമൂഹത്തിനും അവരുടെ ജീവിതത്തിനും കുടുംബത്തിനും പലപ്പോഴും സമാധാനം നഷ്ടപ്പെടുത്തുന്ന വാർത്തകളാണ് ദിനംതോറുമുള്ള പത്രവാർത്തകൾ കേൾക്കുവാൻ കഴിയുന്നത്. നമ്മുടെ കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്നതായ ഒരു പ്രസിദ്ധ പത്രത്തിന് ഒരു താളുകളും അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? മനുഷ്യന്റെ അതിക്രമങ്ങളെ കുറിച്ച്, അധാർമികതയെ കുറിച്ച്, മനുഷ്യന്റെ പ്രവൃത്തികളെ കുറിച്ച് അങ്ങനെ ഒരു പത്രത്തിന്റെ ഒരു പുറം പോലും എന്തിനാണ് മാറ്റിവെച്ചിരിക്കുന്നത് അറിയാമോ? അവിടെ കാണുന്നത് ആത്മഹത്യയെ കുറിച്ചാണ്, അവിടെ കാണുന്നത് കൊലപാതകത്തെ കുറിച്ചാണ്, അവിടെ കാണുന്നത് മറ്റു ചില അധാർമിക പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ദിനംതോറും നാം വായിക്കുകയും കാണുകയും ചെയ്യുന്നത്. എങ്കിലും മനുഷ്യൻ എന്തുകൊണ്ട് മാനസാന്തരം ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് മനുഷ്യനതിൽ ഒരു വിടുതൽ സംഭവിക്കുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് മനുഷ്യനതിൽ വിടുതലെടുക്കുവാൻ കഴിയുന്നില്ല? മനുഷ്യന് മറ്റിതര വസ്തുക്കൾ കൊണ്ട് ഇവിടെ സമാധാനം പ്രാപിക്കുവാൻ കഴിയില്ല. എന്നാൽ ഇന്ന് ഓൽക്കാലം ഞങ്ങൾ പറയുന്ന തിരുവനന്തപുരത്തിന്റെ സ്വപ്നങ്ങളെ മനുഷ്യന്റെ ഉള്ളിൽ അവർ കടത്തിയത് പ്രവർത്തിക്കുന്നുവെങ്കിൽ, അതവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നുവെങ്കിൽ ഒരു മനുഷ്യന് സമൂലമായ മാറ്റം സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി പറയുവാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല കേട്ടോ, വാചക കസർത്ത് കൊണ്ടല്ല. ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഭവിച്ച ഞങ്ങൾ അംഗീകരിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ഇവിടുത്തെ നേതാക്കന്മാർ കഴിയാതിരുന്നപ്പോൾ, ഞങ്ങൾ ആശ്രയിച്ച ഉന്നതന്മാർ കഴിയാതിരുന്നപ്പോൾ, ഞങ്ങൾ ആശ്രയിച്ച സമുദായിക നേതാക്കന്മാർ കഴിയാതിരുന്നപ്പോൾ, ഞങ്ങൾ ആശ്രയിച്ച പ്രമുഖന്മാർക്കാർക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയാതിരുന്നപ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി ഒരുവൻ ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകിയ, ഞങ്ങൾക്ക് വേണ്ടി അന്ന് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് കടന്നു വന്ന സകല മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ താഴെ ഏൽപ്പിച്ചതായ കർത്താവായ യേശുവിന്റെ രക്ഷയുടെ വചനം ഉള്ളിൽ ക്രിയ ചെയ്തപ്പോഴാണ് വാസ്തവമായി ഒരു മനുഷ്യനായി മനുഷ്യ സമൂഹത്തിൽ നിലകൊള്ളുവാനിടയായത്. അങ്ങനെയെങ്കിൽ എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ എനിക്ക് മാത്രമല്ല, എന്റെ കൂടെ നിൽക്കുന്ന സഹോദരന്മാർക്ക് ഇവിടെ ഈ നമ്മുടെ ചുറ്റുപാടുകളിലോ നാം കേൾക്കുന്ന സാക്ഷികളിലൂടെയോ അനേകം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അത്യന്തികമായ സമാധാനം, രക്ഷ എങ്ങനെയാണ് അവരെ കൈവരിക്കുവാൻ അല്ലെങ്കിൽ കരകതമാക്കുവാൻ കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്കറിയാം, അവരെല്ലാ പദവികളുണ്ട്, സമ്പത്തുണ്ട്, ഇവിടെ ഉന്നതമായ നിലകളിൽ ജോലിയുണ്ട്, അത് മറ്റു വരുമാനങ്ങളുണ്ട്, മറ്റ് ജീവിത സാഹചര്യം എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് നിരന്തരമുള്ള വാർത്തകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇതെല്ലാം ജീവിത സാഹചര്യം ഉണ്ടായിട്ട് മനുഷ്യന് വേണ്ടതായി അത്യന്തികമായ ദൈവികമായ സമാധാനം അവനില്ല എന്നുള്ള വസ്തുത ഞങ്ങൾ ഇവിടെ ഉറക്കം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഒരുപക്ഷെ സകലതുണ്ടായിരിക്കുക, പണമുണ്ടായിരിക്കാം, പദവി ഉണ്ടായിരിക്കുക, മാന്യത ഉണ്ടായിരിക്കുക, എങ്കിലും നിങ്ങൾക്ക് ആദ്യമായി ലഭിക്കുവാൻ കഴിയാതിരിക്കുന്ന ഈ സമാധാനം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എങ്ങനെയാണ് രക്ഷകരമാക്കുവാൻ സാധ്യമാകുന്നതെന്ന് തീരുമാന സൂത്രങ്ങളുടെ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിലേക്ക് കടന്നുപോയി നമുക്ക് കടന്നു പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചില വചനങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ കഴിയുന്നത്? കർത്താവായ യേശുവിനെ കൈക്കൊള്ളുക മാത്രമാണ് ചെയ്യേണ്ടത്. അവരെ കൈക്കൊള്ളവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവരുടെ മകനായി മകളായി തീരുവാനുള്ള അധികാരവും അവകാശവുമാണ് ദൈവത്തിന്റെ വചനം നമുക്ക് അവൻ പ്രദാനം ചെയ്യുന്നത്. അതിനൊരു ഘാതം നടക്കാതെ, പണം മുടക്കാതെ, തീർത്ഥയാത്രകൾ നടത്താതെ, ലോകത്തിന്റെ ഏതെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാതെ കരകതമാക്കാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷാ സന്ദേശമുണ്ടെങ്കിൽ, ഒരേ ഒരു രക്ഷാ മാർഗമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവരുടെ രക്ഷയുടെ മാർഗമല്ലാതെ മറ്റൊരു മാർഗവും ഈ ലോകത്ത് ഉരുത്തിരിഞ്ഞിട്ടില്ല എന്ന് ഈ ഭവിക്കാലങ്ങൾ സന്നിഗ്ധമായി പറയുവാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു സമാധാനത്തിന് വേണ്ടി, ഒരിക്കൽ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ അനവധിയിൽ കടന്നുപോയിട്ടില്ലേ? ഒരുപക്ഷെ ലക്ഷം രൂപ മുടക്കി സമാധാനത്തിന് വേണ്ടി നമ്മൾ യാത്ര ചെയ്തിട്ടില്ലേ? പക്ഷെ അവിടെ ലഭ്യമാകാതിരുന്ന ആ ദൈവികമായ സമാധാനം, അവിടെ ലഭ്യമാകാതിരുന്ന അവൻ സമാധാനം ഈ പകലിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയില്ല. കാരണം ഞങ്ങൾ കാലഘട്ടത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരായിരുന്നു. എന്നാൽ ലൈംഗികമായ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് പാലിച്ചെടുക്കുവാൻ കഴിഞ്ഞു. അതെങ്ങനെയാണ് സൂചിപ്പിച്ചല്ലോ? ഞാൻ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാത്രമേ ആ ദൈവികമായ സമാധാനം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരിക്കലായ ആ വലിയ രക്ഷ പ്രാപിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട്
ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ പുറത്തേതെങ്കിലും പുണ്യസാഗരം സന്ദർശിച്ചതുകൊണ്ടോ, അന്ന് ഭാരതത്തിലെ പുറത്തേതെങ്കിലും പുണ്യ സാഗരം സന്ദർശിച്ചതുകൊണ്ടോ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ പക്ഷെ കഴിയില്ല എന്ന് വരാം. തീർത്ത് പറയുകയാണ്, കഴിയുകയില്ല. എന്നാൽ ഇരിപ്പിരുന്നുകൊണ്ട് ലഭ്യമാക്കുവാൻ കഴിയുന്നതായ ഈ രക്ഷ കരകതമാക്കുവാൻ വേണ്ടിയാണ് ഈ ചെറിയ സംവിധാനത്തിലൂടെ ഈ സമയത്ത് പകൽക്കാല സമയങ്ങളെ ചെലവഴിച്ചുകൊണ്ട് ദേശങ്ങളുടെ ഇടയിൽ കടന്നുപോയിരുന്നുകൊണ്ട് ലോകികനാഥനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുകർത്താവിനെ ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുകൊണ്ട് തിരുവനന്തപുരം അനുവദിച്ചു പറഞ്ഞത് അത് കോട്ടിയെന്ന് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അതിനുവേണ്ടി മുതിരുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ സഹോദരങ്ങളെ, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ താളഭൂമിയിലേക്ക് മാനവരാശിയെ തേടി വന്ന ഒരേ ഒരു രക്ഷകനുണ്ടെങ്കിൽ ഈ ലോകത്തെ രണ്ടായി തിരിച്ച് ക്രിസ്തുവിന് മുമ്പെന്നും ക്രിസ്തുവിന് ശേഷമെന്നും അവൻ പറഞ്ഞുകൊണ്ട് ലോക ചരിത്രത്തിൽ കടന്നു പോകുന്ന ചരിത്രാതീതനായ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ അവൻ മാറ്റിത്തരുവാൻ അവൻ മതിയായ കർത്താവാണ് എന്ന് ഈ പൽക്കാലം ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 2021 നൂറ്റാണ്ടിൽ ഒഴുകിയത് മതം ഈ 2025 ആ ഭൂവാക്ഷത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് അവിടെ പത്രോസിനെ ഇപ്രകാരം വിളിച്ചു പറയുവാനിടയായി മറ്റൊരുത്തരും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ 2025 വർഷങ്ങളിൽ ഈ ലോകങ്ങളിലെ മുന്നോട്ട് പോയെങ്കിലും ഈ 2025 വർഷങ്ങളിൽ ആയിട്ടും ഒരുവനും ഈ ലോകത്തെ രക്ഷ അവൻ പ്രദാനം ചെയ്യുവാനായിട്ട് വന്നിട്ടില്ലേ? ഇല്ല എന്നൊക്കെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 2025 വർഷങ്ങൾ കൊണ്ട് ഒരൊറ്റ മനുഷ്യൻ ഞങ്ങൾ രക്ഷകരാ, നിങ്ങളെ രക്ഷിക്കുക, സ്വർഗീയ അനുഭവത്തിലേക്ക് നടത്താമെന്ന് വാഗ്ദത്തം ചെയ്തു വന്ന ഒരൊറ്റ ഭരണാധികാരിയോ ഒരൊറ്റ ചക്രവർത്തിയെയോ ഒരൊറ്റ മന്ത്രിമാരെയോ അങ്ങനെ ഉന്നതന്മാരെയോ ഉന്നത വിദ്യാ വിചക്ഷണന്മാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ ഉന്നതന്മാരായ വ്യവസായിക പ്രമുഖന്മാരെയോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ നമുക്കൊരു വീട് വെച്ച് തരാം, അങ്ങനെ ഒരുപക്ഷെ സാമ്പത്തിക സഹായം ചെയ്യുക എന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ രക്ഷയ്ക്ക് ഈ 2025 വർഷമായിട്ട് ഒരൊറ്റയൊരു ഈ ഭൂമിയിൽ അവതരിച്ചിട്ടില്ല എന്നുള്ള ചരിത്ര സംഭവത്തെ കുറിച്ചാണ് ഏറ്റവും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വാക്കിലൂടെ വിരാമം കുറിക്കുമ്പോൾ അവൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് പത്രോസ് എന്ന് പറഞ്ഞത് സുത്തമാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിലെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് ഉറക്കെ പറയുവാനുള്ള യാർജവം നേടിയതുകൊണ്ടാണ് ഈ തിരുവോരത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഇത് മതപ്രഭാഷണമല്ല, ഏതെങ്കിലും മതത്തിലേക്ക് ചേർക്കാനുള്ള പ്രഭാഷണമല്ല, ഏത് സഭയിൽ ഏതെങ്കിലും സംഘടനയിൽ മറ്റൊരു സംഘടനയിലേക്ക് ചേർക്കാനുള്ള പ്രഭാഷണമല്ല കേട്ടോ. പിന്നെയോ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ അത് ഭാവിച്ചെടുക്കണമെങ്കിൽ അവൻ ഈ ഭൂമിയിൽ ഈ ഭൂമണ്ഡലത്തിൽ മറ്റൊരു മാർഗമില്ല എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളോട് പ്രസ്താവിക്കുന്നത്. ഞാൻ വാക്കിൽ ഇവിടെ വിരാമം കുറിക്കുമ്പോൾ ഇതുവരെ രക്ഷകരമാക്കാതിരിക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ള സമൂഹത്തിലായിരിക്കുക, ഏതെങ്കിലും അമ്മ സമുദായത്തിന്റെ തടവറയിലായിരിക്കുക, ഏതെങ്കിലും അമ്മ സംഘടനയുടെ വേലിക്കെട്ടുകളായിരിക്കുക, ആ വേലിക്കെട്ടുകളോ ഈ തടവറകളോ പൊട്ടിച്ച് പുറത്തു വന്ന രക്ഷകരായ യേശുവിനെ മുൻപാകെ വന്ന് മുഖമടക്കുക, അല്ലെങ്കിൽ അവന് വേണ്ടി ഹൃദയം കൊടുത്താൽ നിങ്ങളെ അവന്റെ മകനായി മകളാക്കി തീർക്കുവാൻ കർത്താവിന് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മതത്തിൽ ചേരുവാൻ ആരും വരണ്ട, മതത്തിൽ ഞങ്ങൾ ചേർക്കുവാൻ താല്പര്യമില്ല. പക്ഷേ യേശു എന്ന രക്ഷകനെ ഈ പകൽക്കാലം ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവൻ 2025 വർഷങ്ങൾക്ക് മുമ്പ് അവർ താളഭൂമിയിലേക്ക് കടന്നു വന്നത് ഇവിടെ ഏതെങ്കിലും മതം സ്ഥാപിക്കുവാനായിട്ടല്ല, ഇവിടെ ഏതെങ്കിലും സംഘടന സ്ഥാപിക്കുവാനായിട്ടല്ല, ഇവിടെ ഏതെങ്കിലും പള്ളി സ്ഥാപിക്കുവാനായിട്ടല്ല, ഏതെങ്കിലും സമുദായത്തെ രക്ഷിക്കുവാനായിട്ടല്ല, പിന്നെയോ സകല മാനവരാശിയെയും രക്ഷിപ്പാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത്. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതുപോലെ ആരും ജനിച്ചിട്ടില്ല, കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ആരും ജീവിച്ചിട്ടില്ല, കർത്താവായ യേശു ക്രിസ്തു മരിച്ചതുപോലെ ആരും മരിച്ചിട്ടില്ല, കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരൊറ്റ മനുഷ്യനും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് വ്യത്യസ്തനായ നിസ്തുല്യനായ യേശു ക്രിസ്തു മാത്രമേ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. ആയതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2 കള്ളന്മാരുടെ മധ്യത്തിൽ മൂന്നാളികളിൽ അവന്റെ ജീവനെ അവൻ വെടിച്ച തന്റെ അവസ്ഥാനങ്ങളുടെ രക്തം വരെ ഊറ്റിത്തന്ന സകല മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി രക്ഷാമാർഗം ഒരുക്കി തന്ന അവൻ യേശു കർത്താവിനെ ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് പറയുവാനിടയായി ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തിയിട്ടില്ല. അങ്ങനെ പറയുവാൻ അസംഖ്യമായി പറയുവാൻ ഇവിടെ ഏതെങ്കിലും അത് നേതാക്കന്മാർ
ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞ നസ്രയത്തുകാരനായ യേശുവിനെ ഉയർത്തിക്കാട്ടുവാൻ ലഭ്യമായ സന്ദർഭത്തെ ഓർത്തികൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരെങ്കിലും ഈ സന്ദേശം കേട്ട് ഈ പകൽക്കാലം യേശുവിനെ കർത്താവ് രക്ഷകനായി സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി 1-ാം നൂറ്റാണ്ട് പിടിക്കുന്നതായ സൂപ്പറുകളെ അവൻ ഉച്ചരിച്ചുകൊണ്ട് ഉച്ചസ്ഥലം പറഞ്ഞുകൊണ്ട് വാക്കുകളുടെ നാം കുറിക്കട്ടെ. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുന്നത് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഈ മുദ്രകേട്ട എല്ലാവരും ഹൃദയത്തിലെ ഭാഷയിൽ ഞങ്ങളുടെ സ്നേഹ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാഗ്ദൂരങ്ങൾ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ലതുമിലേതോ പകൽദിനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, കർത്താവെ അല്പസമയം അവിടുത്തെ നിർദ്ദേശത്തോട് വിളിച്ചു പറയുവാൻ നിരദാസന്മാരെ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ നല്ല മനോഹരമായ കാര്യങ്ങൾ ആലോചിക്കുവാൻ നിരദാസനെ ശക്തീകരിച്ച കൃപയ്ക്കായി സ്തോത്രം. കൂട്ടുദാസന്മാരെ വിവരങ്ങൾ സമർപ്പിക്കും, ശുശ്രൂഷിപ്പാൻ ബലപ്പെടണം. ഞങ്ങൾ ഒരുമിച്ച് ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി അവകാശത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരൊറ്റ ഒരുവൻ നഷ്ടപ്പെട്ടു പോകില്ല, ഒറ്റ കുടുംബം നിരാശപ്പെടില്ല, ഒരൊറ്റ കുടുംബം തകർന്നു പോകില്ല. മദ്യത്തിനും മയക്കുമരുന്നും ലഹരി വസ്തുക്കളും വഴികളായ ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ കർത്താവെ ഞങ്ങൾക്ക് വിടുതലും ആശ്വാസവും സൗഖ്യം കൊടുക്കുമാറാകുമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഫലമാവുക എടുക്കണമേ. പ്രാർത്ഥനകളുടെ സ്തോത്രം ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ രക്ഷിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു. കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ എതിർപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, നിന്റെ ദൈവത്തെ എതിർപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇതുവരെ ഞങ്ങൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർ ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നൊരിക്കലും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇതുവരെ കാലാവസ്ഥയുടെ യേശു കർത്താവ് ഈ പോൽക്കാലം വഴിയെ മാറ്റി പ്രശോഭനമായ ഒരു കാലാവസ്ഥ ഞങ്ങളെ സഹായിച്ചതിനാൽ സകല മാനവും മഹത്വവും കർത്താവ് അർപ്പിച്ചു കൊടുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.